പടം എങ്ങനെയുണ്ട്? നല്ല നല്ല ഫിലിമാണ്. നല്ല എല്ലാം ഒറിജിനൽ പോലെയാണ് ഇരുന്നത്. അഭിനയം പറയുകയില്ല, അത്രയ്ക്ക് ഇതായിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഒഴുക്കമുണ്ട്, ഇപ്പോൾ ബോറൊന്നും അടിക്കില്ല, നല്ല ഒഴുക്കായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് അത് വെട്ടുന്നതും കൂടെ കാണിക്കണമായിരുന്നു. അതാണ് ഇത് വന്നത്. ആ നടിയായിട്ട് അഭിനയിച്ചത് അടിപൊളിയാണ്. മറ്റുള്ളവർ നല്ല അഭിനയം തന്നെ. ശരി, ഓക്കെ. ആതിര മനോഹരമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ക്യാരക്ടർ പത്മ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടി എന്താണ് തയ്യാറെടുപ്പുകൾ, അങ്ങനെ വല്ലതും നടത്തിയിരുന്നോ? ഇതിന് വേണ്ടി പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നുമില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണ് സത്യം പറഞ്ഞാൽ. ഓഡിഷൻ വഴി സെലക്റ്റായി അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിൽ വന്ന സമയത്ത് ക്യാരക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം നമുക്ക് കാണുമല്ലോ, ഇപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഫുൾ ഉച്ചതർ ക്രൂവിൻ്റെ ഫുൾ ക്രൂ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ ഇപ്പോൾ ഒത്തിരി ആക്ഷൻ സിനിമകളൊക്കെ ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്താണ് ഈ ഉറ്റവർ വ്യത്യസ്തമാവുന്നത്? ഇത് ഒരു കലാമൂല്യമുള്ള ഒരു സിനിമയാണ്. കാരണം നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു പടമല്ല. കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതുപോലെ പ്രണയത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കലാമൂല്യമുള്ള സിനിമയാണ്. വളരെ നല്ലൊരു മൂവിയായിരുന്നു ഉച്ചവർ. ഞാനിപ്പോൾ അത് കണ്ടിറങ്ങി. നമുക്ക് സാധാരണ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞൊരു കഥയാണ്. അത് എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ കൊള്ളുമെന്നുള്ളത് നമ്മളത് തന്നെ കാണണം. ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. കഴിവതും എല്ലാവരും ഇത് നേരിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. താങ്ക് യു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ശരിക്കും നമ്മളൊരു ലൈഫ് മുമ്പേ കാണുന്ന പോലെ ഒരു മൂവിയെക്കാളും നല്ല സിനിമ. പടം കണ്ടു. റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയാണ്. അത് കുറേ നല്ല സീനറികളുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതിനപ്പോൾ ഇനി തുടർന്ന് അഭിനയ രംഗത്ത് തന്നെ നിൽക്കാനാണോ പരിപാടി? എന്താണ് കാര്യം? ഉറ്റവർ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. അപ്പം ഭാവിയിൽ എന്താണ് അടുത്ത പരിപാടികൾ? ഭാവിയിൽ ഇതുപോലെയുള്ള നല്ല ക്യാരക്ടറുകൾ കിട്ടുവാണെങ്കിൽ ചെയ്യും, ഉറപ്പായും.